ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു സ്റ്റഡി പ്ലാൻ എങ്ങനെ ഉണ്ടാക്കണം എന്ന് അറിയില്ലാത്തവരൊക്കെ ആണെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഒരു സ്റ്റഡി പ്ലാൻ ഒക്കെ നിങ്ങളുടെ ഒരു ടൈമും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട്. അപ്പം ഹായ് ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് അനുശ്രീ. ഇന്നത്തേത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വരാനിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും നോട്ടിഫിക്കേഷൻ ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കുമായിരിക്കും. കമ്പനി ബോർഡിന്റെ ഓൾറെഡി വന്നു. അപ്പൊ ഇനിയിപ്പോ ഡിഗ്രി ലെവൽ പരീക്ഷകളെല്ലാം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ റെഡി ആയിട്ട് ഇരിക്കുമായിരിക്കും അല്ലെ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ട് എങ്ങനെ പഠിക്കണം, ഒരു സ്റ്റഡി പ്ലാൻ എങ്ങനെ ഉണ്ടാക്കണം എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് കടക്കാം. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയാണ്. നമുക്ക് കോമൺ പ്രിലിംസ് ഉണ്ട്, അതുപോലെ തന്നെ പ്രിലിംസിന് ശേഷം മെയിൻസ് ഉണ്ടാവും, ശേഷം ഇന്റർവ്യൂ ഉണ്ടാവും. അപ്പം ഡിഗ്രി ലെവൽ പരീക്ഷ ആയതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും ഫോക്കസ്ഡ് ആയിട്ടും അത്രയും ഓരോ കോൺസെപ്റ്റുകളും അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഈ ഓരോ ടോപ്പിക്സും പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ കയ്യിൽ മസ്റ്റ് ആയിട്ടും എന്തുണ്ടായിരിക്കണം, നമ്മുടെ കയ്യിൽ മസ്റ്റ് ആയിട്ടും സിലബസ് ഉണ്ടായിരിക്കണം. അപ്പൊ നിങ്ങൾ സിലബസ് എടുത്ത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി വെച്ചിട്ട് വേണം ഒരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഡെമോ സ്റ്റഡി പ്ലാനുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു സ്റ്റഡി പ്ലാൻ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ക്ലാരിറ്റി കിട്ടും, എങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് സിസ്റ്റമാറ്റിക് ആയും കൺസിസ്റ്റന്റ് ആയും പഠിച്ചു പോകണം എന്നുള്ളതിനെ പറ്റിയിട്ട്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇതാണ് നമ്മുടെ CCയിലെ സ്റ്റുഡൻസിന് നമ്മൾ കൊടുക്കുന്ന സ്റ്റഡി പ്ലാൻ ആണിത്. ഇവിടെ ഫസ്റ്റ് ഡേ, അതായത് നമ്മൾ ഡേ 1 ഡേ 2 ബേസിസിൽ ഓരോ ദിവസം എന്ത് പഠിക്കണം എന്ന് പറയുകയാണ്. അത് നോക്കി, ഡേ 1 നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് കേരള ഹിസ്റ്ററിയും കോൺസ്റ്റിറ്റ്യൂഷനുമാണ്. അപ്പൊ കേരള ഹിസ്റ്ററിയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത് യൂറോപ്യന്മാരുടെ ആഗമനം എന്ന ടോപ്പിക്കാണ്. ഈ യൂറോപ്യന്മാരുടെ ആഗമനത്തിൽ തന്നെ പോർച്ചുഗീസുകാരുടെ ഭാഗമൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു ഭാഗത്തു നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസും വരാറുള്ളതാണ്. അപ്പം യൂറോപ്യന്മാരുടെ ആഗമനം എന്ന ഈ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് റെഫർ ചെയ്യേണ്ട ടെക്സ്റ്റ് ബുക്കുകളും കൂടി നമ്മൾ ഇതിന്റെ കൂടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നോക്കിക്കേ, SCERT +2 ചാപ്റ്റർ 14 കേരള ചരിത്രത്തിലെ തിരഞ്ഞെടുത്ത പ്രമേയങ്ങൾ എന്ന ചാപ്റ്റർ നിങ്ങൾക്ക് എന്തിനു വേണ്ടിയിട്ട് റെഫർ ചെയ്യാം, ഈ ഒരു യൂറോപ്യന്മാരുടെ ആഗമനം എന്ന ടോപ്പിക്ക് പഠിക്കുമ്പോൾ റെഫർ ചെയ്യാവുന്നതാണ്. ഇനി ഡേ 1 തന്നെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ടോപ്പിക്കില് പ്രിയാമ്പിൾ എന്ന ഭാഗവും കൂടി നമ്മൾ പഠിച്ചു പോകും. പ്രിയാമ്പിൾ എന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന റെഫറൻസ് ടെക്സ്റ്റ് ബുക്കുകൾ എന്ന് പറയുന്നത് 8ാം ക്ലാസ്സിലെ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ലൈഫ് 3ാം പാർട്ടിൽ വരുന്ന ചാപ്റ്റർ 1 ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ചാപ്റ്റർ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ 9ാം ക്ലാസ്സിലെ ഡെമോക്രാറ്റിക് പൊളിറ്റിക്സ് ചാപ്റ്റർ 1 ഡെമോക്രാറ്റിക് പൊളിറ്റിക്സ് എന്ന ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ 1 ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ വൈ ആൻഡ് ഹൗ എന്ന ചാപ്റ്റർ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ 11ാം ക്ലാസ്സിലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക് എന്ന ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ 10 കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസൈൻ എന്ന ചാപ്റ്റർ നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ ഒരു ഫസ്റ്റ് ഡേയിൽ പഠിക്കേണ്ടത് 2 ടോപ്പിക്കാണ്, യൂറോപ്യന്മാരുടെ ആഗമനവും പ്രിയാമ്പിളും. അപ്പൊ അതുമായി അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്നത് NCERT SCERT ടെക്സ്റ്റ് ബുക്കിന്റെ റെഫറൻസും നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി സെക്കൻഡ് ഡേയിലേക്ക് വരുമ്പോൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, അതായത് ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ സിലബസ് എടുത്ത് നോക്കുമ്പോൾ 100 മാർക്കാണ് വരുന്നത്. 100 മാർക്കിൽ 50 മാർക്ക് നമ്മുടെ സ്റ്റാറ്റിക് GK പോർഷൻസിൽ നിന്നും 50 മാർക്ക് നമ്മുടെ MEM മലയാളം ഇംഗ്ലീഷ് മാത്സിന്റെ ഭാഗത്തു നിന്നുമാണ്. ഇനി പ്രിലിംസ് മാത്രമല്ല, നമ്മളിനി മെയിൻസിലേക്ക് പോവുകയാണെങ്കിലും ഇപ്പൊ മെയിൻസിൽ സ്പെഷ്യൽ ടോപ്പിക്ക് വരുന്നുണ്ട്. ഇപ്പം ഇതിപ്പോ കോമൺ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഇപ്പൊ യൂണിവേഴ്സിറ്റിന്റെ കാര്യമാണെങ്കിൽ അവിടെ സ്പെഷ്യൽ ടോപ്പിക്ക് വരും. അപ്പൊ മറ്റേ ഏത് പോസ്റ്റ് ആണോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് ആ പോസ്റ്റിന് എന്തുണ്ടാവും, സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടാവും. അപ്പം അവിടെ സ്പെഷ്യൽ ടോപ്പിക് വന്നാൽ പോലും മെയിൻസിന് നിങ്ങൾക്ക് എത്ര മാർക്കോളം MEM നിന്ന് വരും, 30 മാർക്കോളം എന്തെന്ന് വരും MEM നിന്ന് വരാറുണ്ട്. MEM എന്ന് വെച്ചാൽ മലയാളം ഇംഗ്ലീഷ് മാത്സിന്റെ ഭാഗത്തുനിന്ന് വരാറുണ്ട്. അപ്പം പ്രിലിംസിനും മെയിൻസിനും കൂടി ടോട്ടൽ 80 മാർക്കാണ് നമ്മൾ മലയാളം ഇംഗ്ലീഷ് മാത്സിന് വാങ്ങിക്കേണ്ടത്. സോ എന്ത് ചെയ്യണം, നിങ്ങൾ കൃത്യമായിട്ടും MEM ഡെയിലി തന്നെ പഠിച്ചു പോവുക. അപ്പൊ ഇവിടെ നമ്മൾ സെക്കൻഡ് ഡേ, ഫസ്റ്റ് ഡേ നമ്മൾ GK പഠിച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഡേ നമ്മൾ കൊടുക്കുന്നത് MEM-നാണ്. കാരണം MEM അത്രയും ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ഈ ഒരു പ്രിപ്പറേഷനിൽ. സോ MEM കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോകണം. സെക്കൻഡ് ഡേ നമ്മൾ മലയാളം ഇംഗ്ലീഷ് മാത്സ് പഠിക്കാൻ കൊടുക്കുകയാണ്. അതിൽ മാത്സിൽ അടിസ്ഥാന സംഖ്യകളും ക്രിയകളും ബേസിക് നമ്പർ സിസ്റ്റം ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇംഗ്ലീഷിൽ ആർട്ടിക്കിൾസ് എന്ന ടോപ്പിക്ക്, മലയാളത്തിൽ പദശുദ്ധി എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്, സെക്കൻഡ് ഡേയിൽ പഠിക്കുന്നത്. ഇത് പഠിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് റെഫറൻസ് ടെക്സ്റ്റ് ബുക്കുകളൊന്നും പറയാനില്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെ മതിയാകും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുക്കുക മാക്സിമം ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിന്റെ ഭാഗത്തു നിന്ന് വന്ന ഏരിയാസ് മാക്സിമം
വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അപ്പൊ ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ എത്ര ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നോ അത്രയും നല്ലതാണ്. അപ്പൊ ഈ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. ഇനി ആർക്കെങ്കിലും ഫസ്റ്റ് ഡേയിൽ എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ അത് ഈ ഒരു സെക്കൻഡ് ഡേയിൽ നിങ്ങൾക്ക് കവർ ചെയ്യാനും സാധിക്കും. ഇനി തേർഡ് ഡേയിലേക്ക് വരുമ്പോൾ തേർഡ് ഡേയിൽ നമ്മൾ പഠിക്കുന്നത് ഫ്രഞ്ച് റെവല്യൂഷൻ, വേൾഡ് ഹിസ്റ്ററിയിലെ ഫ്രഞ്ച് റെവല്യൂഷൻ, പിന്നെ സിവിക്സിന്റെ ഭാഗത്ത് നിന്ന് ഉദ്യോഗസ്ഥ വൃന്ദം, ഇങ്ങനെ 2 ടോപ്പിക്കാണ് പഠിക്കുന്നത്. ഈ ഫ്രഞ്ച് റെവല്യൂഷൻ എന്ന ടോപ്പിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടെക്സ്റ്റ് ബുക്കുകൾ NCERT 9ാം ക്ലാസ്സിലെ ഇന്ത്യ ആൻഡ് ദ കണ്ടംപററി വേൾഡ് ഹിസ്റ്ററി 1 എന്ന ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ 1 ഫ്രഞ്ച് റെവല്യൂഷൻ, അതുപോലെ തന്നെ 10ാം ക്ലാസ്സിലെ NCERT ഇന്ത്യ ആൻഡ് ദ കണ്ടംപററി വേൾഡ് സെക്കൻഡ് ബുക്കിലെ ചാപ്റ്റർ 1 ആയിട്ടുള്ള നാഷണലിസം ഇൻ യൂറോപ്പ് എന്ന ചാപ്റ്റർ നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ 9ാം ക്ലാസ്സിലെ NCERT ഇന്ത്യ ആൻഡ് ദ കണ്ടംപററി വേൾഡ് ഹിസ്റ്ററി എന്ന ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ നമ്പർ 2 സോഷ്യലിസം ഇൻ യൂറോപ്പ് ആൻഡ് ദ റഷ്യൻ റെവല്യൂഷൻ, ഈ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്. ഈ മൂന്ന് ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾക്ക് ഈ ഒരു ഫ്രഞ്ച് റെവല്യൂഷൻ എന്ന ടോപ്പിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് റെഫർ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് സിവിക്സ് അടുത്ത ആ ഡേയിൽ, അതായത് തേർഡ് ഡേയിലെ അടുത്ത ടോപ്പിക്കാണ് ഉദ്യോഗസ്ഥ വൃന്ദം, ബ്യൂറോക്രസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു തേർഡ് ഡേയിൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഫോർത്ത് ഡേയിലേക്ക് വരുമ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, MEMലേക്ക് വരുന്നു, മലയാളം ഇംഗ്ലീഷ് മാത്സിലേക്ക് വരുന്നു. നമ്മൾ ആൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് വരിക MEM പഠിക്കുക. സോ ഫോർത്ത് ഡേയിൽ വീണ്ടും നമ്മൾ മലയാളം ഇംഗ്ലീഷ് മാത്സ് ആണ് പഠിക്കുന്നത്. സെക്കൻഡ് ഡേയില് നമ്മൾ മലയാളം ഇംഗ്ലീഷ് മാത്സ് പഠിച്ചപ്പം അവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് മാത്സിലെ അടിസ്ഥാന സംഖ്യകളും ക്രിയകളും എന്ന പോർഷൻ ആണ്. ആ ഒരു പോർഷൻ ചിലപ്പം അതൊരു വലിയ പോർഷൻ ആയതുകൊണ്ട് തന്നെ അത് അന്നത്തെ ദിവസം നിങ്ങൾക്ക് ചിലപ്പോൾ കവർ ചെയ്ത് തീർന്നിട്ടുണ്ടാവില്ല. സോ നിങ്ങൾക്ക് അത് ഫോർത്ത് ഡേയിൽ എന്ത് ചെയ്യാം, അത് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിന്റെ മാക്സിമം വർക്ക്ഔട്ട് ഇവിടെ ഫോർത്ത് ഡേയിൽ നിങ്ങൾക്ക് സെയിം ടോപ്പിക്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ആ ഒരു ടോപ്പിക്ക് തന്നെയാണ് ഫോർത്ത് ഡേയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ ഓക്സിലറി വെർബ്സ് എന്ന ടോപ്പിക്കാണ് നോക്കുന്നത്. ഇനി മലയാളത്തിലേക്ക് വരുമ്പോൾ പദശുദ്ധിയാണ് നോക്കുന്നത്. സോ ഈ രീതിയിലാണ് 4ാമത്തെ ദിവസം കടന്നു പോകുന്നത്. അപ്പൊ നമുക്ക് 5ാമത്തെ ദിവസത്തിലേക്ക് നോക്കാം. 5ാമത്തെ ദിവസം നമ്മൾ പഠിക്കുന്നത് ഇക്കണോമിക്സും അതുപോലെ തന്നെ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗമാണ്. ഇക്കണോമിക്സിന്റെ ഭാഗത്ത് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ പ്ലാനിങ്ങിലാണ് നമ്മൾ എക്കണോമിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ത്യൻ പ്ലാനിങ് എന്ന ഭാഗം പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ടെക്സ്റ്റ് ബുക്കുകൾ എന്ന് പറയുന്നത്, ഒന്ന് +2 ഇന്ത്യ പീപ്പിൾ ആൻഡ് എക്കോണമി എന്ന ബുക്കിലെ ചാപ്റ്റർ നമ്പർ 9 പ്ലാനിങ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് എന്നുള്ള ബുക്ക് ചാപ്റ്റർ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. അതുപോലെ തന്നെ 11ാം ക്ലാസ്സിലെ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ നമ്പർ 1 ഇന്ത്യൻ എക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്, ഇതൊക്കെ NCERT ആണ് പറയുന്നത്. സോ അടുത്തത് 11ാം ക്ലാസ്സിലെ തന്നെ ഇന്ത്യൻ ഇക്കണോമിക് ഡെവലപ്മെന്റിലെ ചാപ്റ്റർ, ആ ഒരു ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ നമ്പർ 2 ഇന്ത്യൻ എക്കോണമി 1950 to 1990. ഓക്കെ, അതുപോലെ തന്നെ 10ാം ക്ലാസ്സിലെ അണ്ടർസ്റ്റാൻഡിങ് ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്ന ബുക്കിലെ ചാപ്റ്റർ 2 സെക്ടേഴ്സ് ഓഫ് ഇന്ത്യൻ എക്കോണമി. അപ്പൊ ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഇന്ത്യൻ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ബുക്കുകളാണ് അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അടുത്ത് നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററി, 5ാം ദിവസം നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. റിവോൾട്ട് ഓഫ് 1857 നമ്മൾ ഇന്ത്യ ചരിത്രം സ്റ്റാർട്ട് ചെയ്യുന്നത്. റിവോൾട്ട് ഓഫ് 1857 വേണ്ടിയിട്ട് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് +2 തീംസ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി തേർഡ് ബുക്കിലെ ചാപ്റ്റർ നമ്പർ 11 റിബൽസ് ആൻഡ് രാജ് 1857 എന്ന ചാപ്റ്റർ റെഫർ ചെയ്യാം. അതുപോലെ തന്നെ 8ാം ക്ലാസ്സിലെ അവർ പാസ്റ്റ് 3 എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട്, ഇതൊക്കെ NCERT ആണ് പറയുന്നത്. അതിൽ തന്നെ ചാപ്റ്റർ നമ്പർ 5 വെൻ പീപ്പിൾ റിബൽ 1857 ആൻഡ് ആഫ്റ്റർ, ഈ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ റിവോൾട്ട് ഓഫ് 1857 എന്ന ടോപ്പിക്ക് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ചാപ്റ്റേഴ്സ് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. സോ നിങ്ങൾക്ക് അതവിടെ റെഫർ ചെയ്തിട്ട് നിങ്ങളുടെ പഠനം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാം. ഇനി നമുക്ക് 6ാമത്തെ ദിവസത്തേക്ക് പോവാം. 6ാമത്തെ ദിവസത്തേക്ക് പോകുമ്പോൾ നമ്മൾ പറഞ്ഞു ആൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് നമ്മൾ MEM പഠിക്കുന്നത്. സോ 6ാമത്തെ ദിവസം നമ്മൾ വീണ്ടും MEMലേക്ക് പോകുന്നു. MEMൽ നമ്മൾ ഇവിടെ ആദ്യം നമ്മൾ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും മാത്സിൽ പഠിച്ചു. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ദശാംശ സംഖ്യകളാണ് പഠിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിലേക്ക് കിടക്കുകയാണ്, ക്വസ്റ്റ്യൻ ടാഗ് പഠിക്കുന്നു. അതിനുശേഷം നമ്മൾ മുന്നേ
പദശുദ്ധി പഠിച്ചു. ഇവിടെ എന്ത് പഠിക്കുന്നു? 6ാമത്തെ ദിവസത്തിൽ നമ്മൾ വാക്യശുദ്ധി പഠിക്കുന്നു. അപ്പൊ ഈ പദശുദ്ധി പഠിക്കുക, വാക്യശുദ്ധി പഠിക്കുക എന്ന് പറയുമ്പോൾ ഒറ്റയടിക്ക് ഒരുപാട് ഇരുന്ന് പഠിക്കുക എന്നുള്ളതല്ല, കുറച്ചായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഇന്ന് ഒരു ദിവസം കൊണ്ട് അല്ല 6ാമത്തെ ദിവസം തന്നെ വാക്യശുദ്ധി മൊത്തം പഠിച്ചു തീർക്കണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഈ വാക്യശുദ്ധി എന്ന ടോപ്പിക്ക് നമ്മൾ വീണ്ടും വരും, ഇതിലേക്ക് വീണ്ടും വരും. സോ കുറച്ചായിട്ട് എന്ത് ചെയ്യുക, കുറച്ചായിട്ട് പഠിച്ചു പോവുക. വൊക്കാബുലറി കുറച്ചിപ്പോ ഡെയിലി ഒരു 10 വൊക്കാബുലറി വെച്ചിട്ടൊക്കെ ചെയ്തു പോവുക. അപ്പം പഠിച്ചു പോവുക. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നത്. MEMന്റെ കാര്യത്തിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ 6 ദിവസം കഴിഞ്ഞു. 7ാമത്തെ ദിവസം എന്ത് ചെയ്യുന്നു? 7ാമത്തെ ദിവസം റിവിഷൻ ഡേക്കായിട്ട് മാറ്റി വെക്കുന്നു. ഈ റിവിഷൻ ഡേയിൽ ഏതെങ്കിലും പോർഷൻസ് പെൻഡിങ് ഉണ്ടെങ്കിൽ അത് തീർക്കണം. അത് മാത്രമല്ല, പെൻഡിങ് ഇല്ലാത്തവർ എന്ത് ചെയ്യുക, ആ ഒരു 6 ദിവസം എന്താണോ പഠിച്ചത് അത് കൃത്യമായിട്ടും റിവൈസ് ചെയ്യുക. എന്നിട്ട് ആ ഒരു പഠിച്ച പോർഷൻസിൽ നിന്ന് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. ഓക്കെ, അതാണ് നമ്മൾ ഈ ഒരു 7ാമത്തെ ദിവസം റിവിഷൻ ഡേയിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ നമ്മുടെ ഈ ഒരു ടൈം ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ ഡെയിലി പഠിക്കാൻ ടോപ്പിക്ക് കൊടുക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന റെഫറൻസ് ടെക്സ്റ്റ് ബുക്കുകളും കൂടി ഏതാണെന്ന് മെൻഷൻ ചെയ്യുന്നു. അപ്പം ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഇപ്പം ഒരു സ്റ്റഡി പ്ലാൻ എങ്ങനെ ഉണ്ടാക്കണം എന്ന് അറിയില്ലാത്തവരൊക്കെ ആണെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്. ഒരു സ്റ്റഡി പ്ലാൻ ഒക്കെ നിങ്ങളുടെ ഒരു ടൈമും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട്, ഇപ്പം പല ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്. വർക്കിംഗ് ആയിട്ടുള്ളവരുണ്ടാകാം, അതുപോലെ തന്നെ ഹൗസ് വൈഫ്സ് ഉണ്ടാകാം, ഇനി ഫുൾ ടൈം പഠിക്കുന്നവരുണ്ടാകാം. അപ്പം ഓരോരുത്തരും ടൈം ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണല്ലേ. അപ്പം നിങ്ങളുടെ ഒരു സമയവും സാഹചര്യവും എന്താണെന്ന് നോക്കിയിട്ട് അതെല്ലാം ഒന്ന് കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ആ ഒരു ടൈമിന് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങൾക്കൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സാമ്പിൾ, ഒരു ഡെമോ സ്റ്റഡി പ്ലാനുമായിട്ടാണ് CC എന്ന് വന്നിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഈ രീതിയിൽ നിങ്ങൾക്കൊരു ടൈം ടേബിൾ ഉണ്ടാക്കാം. ഈ ടൈം ടേബിൾ ഉണ്ടാക്കണമെങ്കിൽ ആദ്യം നിങ്ങളുടെ കയ്യിൽ വേണ്ടത് മസ്റ്റായിട്ടും സിലബസ് ആണ്. സിലബസ് അനുസരിച്ചിട്ട് നിങ്ങളൊരു സ്റ്റഡി ടേബിൾ ഉണ്ടാക്കുക. അപ്പം ഈ രീതിയിലാണ് CCയിലെ സ്റ്റുഡൻസിന് നമ്മൾ ടൈം ടേബിളും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. 6 ദിവസം പഠിപ്പിക്കുന്നു, 7ാം ദിവസം റിവിഷൻ നടത്തുന്നു, വീണ്ടും 6 ദിവസം പഠിക്കുന്നു. നെക്സ്റ്റ് അടുത്ത 7ാമത്തെ ദിവസം വീണ്ടും റിവിഷനിലോട്ടേക്ക് വരുന്നു. റിവിഷനിൽ നമ്മൾ ആ ഒരു വീക്ക് പഠിച്ച കാര്യങ്ങളെല്ലാം റിവിഷൻ എക്സാം ആയിട്ട് കൊടുക്കുന്നു. അപ്പൊ ആ രീതിയിലാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ രീതിയിൽ ഒരു ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് ഇപ്പോഴേ പഠിച്ചു തുടങ്ങാവുന്നതാണ്. അപ്പം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് അല്ലെ. അപ്പം നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ചു തുടങ്ങണം, ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. കാരണം കമ്പനി ബോർഡിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ ഓൾറെഡി വന്നു. ഇനിയിപ്പം ഡിഗ്രി ലെവലിന് കോമൺ ആയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു പരീക്ഷകൾക്ക് എല്ലാത്തിനും യൂസ്ഫുൾ ആവുന്ന രീതിയിൽ തന്നെ കോമൺ സബ്ജക്റ്റുകളെല്ലാം എടുത്ത് കൃത്യമായിട്ട് തന്നെ പഠിച്ചു തുടങ്ങുക. അപ്പം നിങ്ങളെ ഈ ഒരു എക്സാമിന് വളരെ കോൺഫിഡന്റ് ആക്കി പ്രിപ്പയർ ചെയ്യിപ്പിച്ച് വളരെ കോൺഫിഡൻസോട് കൂടിയിട്ട് തന്നെ നിങ്ങൾ എക്സാം ഹാളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ CC ഒരു പുതിയ ബാച്ച് ആരംഭിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിന്റെ ഭാഗമായിട്ട് ഡെയിലി ഇപ്പൊ നമ്മൾ കണ്ടതുപോലെയുള്ള ഡെയിലി ടൈം ടേബിൾ ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് പഠിക്കേണ്ട എക്സ്ട്രാ നോട്ട്സുകളും വർക്ക്ഔട്ട്സും അതുപോലെ തന്നെ വീക്ക്ലി എക്സാംസും സ്പെഷ്യൽ മെന്റർഷിപ്പ് സപ്പോർട്ടും അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകളും അതിന്റെ നോട്ടുകളും റെക്കോർഡ് ക്ലാസ്സസും ഒക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ബാച്ചിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പം ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്